ഹലോ മക്കളെ, നാളത്തെ +2 ഇംഗ്ലീഷ് എക്സാമിൽ 62 മാർക്സിന് വരാൻ പോകുന്ന റൈറ്റിംഗ് സെക്ഷൻ്റെ പ്രഡിക്ഷനാണ്. അതായത് ഓരോ റൈറ്റിംഗ് സെക്ഷനിലെ ഡിസ്കോഴ്സും ഏതൊക്കെ ചാപ്റ്ററിനാണ് വരാൻ പോകുന്ന പ്രഡിക്ഷൻ വീഡിയോ ആണിത് മക്കളെ. അപ്പോൾ നമുക്ക് പ്രഡിക്ഷനിൽ നടക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ പറയാൻ പോകുന്ന ഡിസ്കോഴ്സൊക്കെ നിങ്ങൾ വെറുതെ മനസ്സിലാക്കിയാൽ പോരാ ഏത് ചാപ്റ്ററിനാണ് വരിക, അത് കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വരണം. കംപ്ലീറ്റ് ഗ്രാമറും കംപ്ലീറ്റ് ഡിസ്കോഴ്സും വിത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാമ്പിളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഞാനും അലൻ സാറും നമ്മുടെ ഹരിജ മിസ്സും. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവിൽ വന്നിരിക്കണം. കൃത്യം 7:30 ലൈവ്. ഇതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ +2 എല്ലാ ബാച്ചിലും നിങ്ങൾക്കറിയാം നമ്മുടെ ഓണം ഓഫർ ഉണ്ട്. പക്ഷേ സെപ്റ്റംബർ 3-ാം തീയതി വരെ നമ്മൾ പറഞ്ഞത് അത് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നും കൂടെ ആ ഒരു ഓഫർ വാലിഡ് ആയിരിക്കും. സോ എല്ലാ മക്കളും എക്സാം ഇന്ററിന്റെ ബാച്ചിൽ ഇനി ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും മക്കളെ, ദിസ് ഇസ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. +2 ഇയർ ബാച്ചിന്റെ ഇപ്പോഴത്തെ ഫീസ് വെറും 3,999 ആണ്. എല്ലാ ബാച്ചിലും അങ്ങനെ 1000 രൂപ കുറച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാണ് 1200 രൂപ വേർത്തായുള്ള സ്റ്റഡി മെറ്റീരിയൽ അടക്കം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ക്ലാസ് അടക്കം എക്സാമിൻ്റെ എൻഡ് വരെ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. താഴെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട്, വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഓരോരോ ഡിസ്കോഴ്സ് ഏതൊക്കെ ചാപ്റ്ററിന് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അലക്സ് സാർ പറഞ്ഞു ഈ ചാപ്റ്ററിന് വരുള്ളൂ, അതുകൊണ്ട് ഞാനത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യരുത്. ആ ചാപ്റ്ററിന് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ്. ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ട, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഞാനത് എംഫസൈസ് ചെയ്ത് തന്നോളാം. ഓക്കെ, ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഓഫ് ഇൻട്രൊഡക്ടറി അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 6 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ വരിക. അമീഗോ ബ്രദേഴ്സ് എന്നാണ് വരാൻ ചാൻസ്. അമീഗോ ബ്രദേഴ്സിൽ ഒന്നെങ്കിൽ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് അല്ലെ ഫൈറ്റിന് ശേഷം നിങ്ങളോട് ചിലപ്പോൾ ഒരു അനൗൺസ്മെന്റ് കൊടുക്കാൻ പറയും. ഓക്കെ, നിങ്ങളാണ് റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ കമന്റേറ്റർ, നിങ്ങളൊരു അനൗൺസ്മെന്റ് കൊടുക്കാൻ പറയാൻ ചാൻസ് ഉണ്ട്. പേടിക്കേണ്ട, ഞാൻ പഠിപ്പിച്ചു തരും ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ. അതിന് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നരേഷൻ വരാൻ മാച്ച് ബോക്സ് എന്നും ആവാം, അമീഗോ ബ്രദേഴ്സ് എന്നാണ്. അമീഗോ ബ്രദേഴ്സിൽ ആ മൊത്തം ഫൈറ്റ് ഇൻസിഡൻറ്റും അതിൻ്റെ ബിൽഡപ്പും ഒക്കെ നിങ്ങളോട് നരേറ്റ് ചെയ്യാൻ പറയാം. മാച്ച് ബോക്സ് എന്ന് ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ നോമിതയുടെയും അജിത്തിൻ്റെയും കഥ അവർ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാണ് നടന്നത് നരേറ്റ് ചെയ്യാൻ പറയാം. ഈ 2 ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഡിബേറ്റിൻ്റെ കാര്യം വരുമ്പോൾ 3 L's ഓഫ് എംപവർമെന്റ് എന്നാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഓക്കെ, അതിനുശേഷം കുറച്ചൊരു ചാൻസ് ഉള്ള അമീഗോ ബ്രദേഴ്സ്. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് നിങ്ങളോട് ചോദിക്കാം, വർക്ക് പ്ലേസിൽ വിമൺ എംപവേർഡ് ആണോ, റൈറ്റ് 2 ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ അല്ലെ 2 ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിമൺ എംപവർമെന്റിനെ പറ്റി വേണം ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് 2-3 പോയിന്റ്സ് പഠിച്ചു വെച്ചോ. മാത്രമല്ല ചാപ്റ്ററിലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ മറക്കരുത്. ചാപ്റ്ററിൽ 3 L'കളുണ്ട്. ഈ എല്ലല്ല, 3 L ഓഫ് ലേണിംഗ് ലേബർ എന്ന് പറഞ്ഞ 3 L'കളുണ്ട്. ആ 3 L'കൾ എന്താണെന്ന് മനസ്സിലാക്കിയോ. അപ്പോൾ ഡിബേറ്റിൽ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ എടുത്ത് കാച്ചാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഹൊറേഗല്ലു എന്ന് ചോദിക്കാം. ഓൾസോ അവർ ഓഫ് ട്രൂത്ത് എന്ന് ചോദിക്കാം. കൂടുതൽ ചാൻസ് അവർ ഓഫ് ട്രൂത്ത് എന്ന് ചോദിക്കാനാണ്. ഹൊറേഗല്ലു എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ഹൊറേഗല്ലുവിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ടർ വന്ന് എഴുതി ഹൊറേഗല്ലു എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവർ ഓഫ് ട്രൂത്ത് എന്നാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെമിനാർ റിപ്പോർട്ട് വീണ്ടും 3 L's ഓഫ് എംപവർമെന്റ് എന്നായിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ ഈ ഒരു വിമൺ എംപവർമെന്റിനെ പറ്റി ആരെങ്കിലും ഒരു സ്പീച്ച് കൊടുത്തു അല്ലെങ്കിൽ ഒരു സെമിനാർ നടന്നു, അപ്പോൾ അതിനെപ്പറ്റി റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിൽ നിന്നുള്ള പോയിന്റ്സ് എടുത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് വീണ്ടും 3 L's വരാനാണ് ചാൻസ്. അല്ലെങ്കിൽ അമീഗോ ബ്രദേഴ്സിലെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 3 L's ഡയറക്ട്ലി വന്നില്ലെങ്കിൽ 3 L's മാച്ച് ബോക്സ് ഒക്കെ കമ്പൈൻഡ് ആയിട്ട് വിമൺ എംപവർമെന്റിനെ പറ്റിയുള്ള ഒരു സ്പീച്ച് ആയിരിക്കും, അല്ലെങ്കിൽ വിമണിനെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്തുള്ള സ്പീച്ച് ആയിരിക്കും ചാൻസ്. അല്ലെങ്കിൽ പിന്നെ അമീഗോ ബ്രദേഴ്സിലെ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് വരാനാണ് ചാൻസ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഹൊറേഗല്ലുവിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനോട് ചോദിക്കുന്ന രീതിയിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ അമീഗോ ബ്രദേഴ്സിന് നമ്മുടെ ഫൈറ്റിന് ശേഷം അവരോട് ആരുടെയും ഇന്റർവ്യൂ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഡിസ്കോഴ്സിന്റെ ചാൻസ് ഉള്ളത്. റൈറ്റപ്പിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് 3 L's, പിന്നെ ഹൊറേഗല്ലു, പിന്നെ അമീഗോ ബ്രദേഴ്സിലാണ് ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അമീഗോ ബ്രദേഴ്സ് ആണ് എന്താണ് ഫ്രണ്ട്ഷിപ്പ്, സാക്രിഫൈസ്, കോമ്പറ്റീഷൻ, അതൊക്കെ ബേസ്ഡ് ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു തീം ഒന്ന് ഓർത്ത് വെച്ചോ. ഹൊറേഗല്ലു എന്നാണെങ്കിൽ ബേസിക്കലി ഹ്യൂമൻ കംഫർട്ട്, അത് ബേസ്ഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ട് അത് ആ തീം ഓർത്ത് വെച്ചോ. 3 L'സിലാണ് വിമൺ എംപവർമെന്റ്. അത് ഓൾറെഡി ആ തീം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ റൈറ്റപ്പിൽ വന്നാലും എന്തിൽ വന്നാലും നിങ്ങൾക്ക് സ്പീച്ചിൽ വന്നാലും ഒരേ കണ്ടന്റ് ആയിരിക്കും. ബ്ലേബ് എസ് എ റൈറ്റിംഗ് ഹൊറേഗല്ലു എന്ന് വരാനാണ് ചാൻസ്. എസ് എ റൈറ്റിംഗ് അല്ല, ബ്ലേബ് ഹൊറേഗല്ലു എന്ന് വരാനാണ് ചാൻസ്. എസ് എ റൈറ്റിംഗ് വീണ്ടും ഈ റൈറ്റപ്പിൻ്റെ 3 ചാപ്റ്റേഴ്സ് തന്നെ വരാനാണ് ചാൻസ് കേട്ടോ, സെയിം ആയിരിക്കും. ബ്ലേബ് ചിലപ്പോൾ ഹൊറേഗല്ലു എന്ന് പറഞ്ഞ ബുക്ക് ഒരു ബുക്കാക്കി മാറ്റി, അതൊരു സ്റ്റോറി ഒരു ബുക്കാക്കി മാറ്റി, അപ്പോൾ അതിൻ്റെ ഒരു ബ്ലേബൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലേബൊക്കെ പഠിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് കണ്ട് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ പോരാ, അത് എങ്ങനെയാണ് എക്സാക്ട്ലി എഴുതേണ്ടത് വിത്ത് എക്സാമ്പിൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. വൈകുന്നേരത്തെ ലൈവിൽ വന്നോണം. ക്യാരക്ടർ സ്കെച്ച് ഒന്നെങ്കിൽ നമ്മുടെ ബോൾഡ്വിന് വരാൻ ചാൻസ് ഉണ്ട്,
അല്ലെ രത്ന കേട്ടോ, രത്നയുടെ വരാൻ ചാൻസ് ഉണ്ട്, നോമിതയുടെ ആയിരിക്കും. എൻ്റെ ഒരു ഊഹം, എൻ്റെ ഒരു പ്രഡിക്ഷൻ ബോൾഡ്വിന് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ ചാൻസ് ഉള്ളത് രത്നയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ആണ്. ലെറ്റർ മാച്ച് ബോക്സ് എന്ന് വരാം. മാച്ച് ബോക്സിൽ നമ്മുടെ അമ്മ അയച്ച ലെറ്ററോ അല്ലെ മകള് നോമിത അമ്മയ്ക്ക് അയച്ച ലെറ്റർ ആയിട്ടുള്ള രീതിയിൽ വരാം. ഹൊറേഗല്ലു എന്ന് വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. രത്നയ്ക്ക് അയച്ച ലെറ്റർ അല്ല അങ്ങനെ ഒരു അല്ല സുധാമൂർത്തി അയക്കുന്ന ലെറ്റർ ആയിട്ട് വരാം. അമീഗോ ബ്രദേഴ്സിലെയും ചാൻസ് ഉണ്ട്. അപ്പോൾ 3 ചാൻസും ഉണ്ട്. അമീഗോ ബ്രദേഴ്സിലെ ഒരു എന്താണ് ഒരു അമീഗോ അയാളുടെ ആരുടെയെങ്കിലും ഫ്രണ്ടിനൊക്കെ അയക്കുന്ന ഫ്ലൈറ്റ് വരാൻ പോവാണ്, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് മാച്ച് ബോക്സ് തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് അപ്രീസിയേഷൻ, ഇത് പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല, 2 പോയേ ഉള്ളൂ, 2ഉം പഠിച്ചു പോയേ പണി തീർന്നു. അത് കമ്പാരിസൺ ആയിരിക്കും വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു പോയം പറയും, എന്നിട്ട് മറ്റേ പോയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ 2ഉം പഠിക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് മക്കളെ പ്രഡിക്ഷൻ. ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100% എല്ലാം സത്യം ആവണമെന്നില്ല, 100% ഇത് എന്താ ഫുള്ളായിട്ട് വരണമെന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കും, മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. അവിടെ ഇവിടെ ചിലപ്പോൾ തെറ്റിപ്പോവാം, പക്ഷേ മൊത്തത്തിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. പക്ഷേ ഇതൊക്കെ പഠിക്കണം, ഇത് വെറുതെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. ഇതൊക്കെ എങ്ങനെ എഴുതുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് പോയിന്റ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. പഠിക്കാൻ വേണ്ടി വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും വരണം മക്കളെ. അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾസോ ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് ലൈവിൽ കാണാം.